സൗദിയിൽ ജയിൽ മോചിതനായ കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷം ജന്മനാട്ടിലെത്തി. ഒരു നാടാകെ റഹീമിനെ സ്വീകരിക്കുകയായിരുന്നു. വർഷങ്ങൾക്കിപ്പുറം മാതാവ് ഫാത്തിമയുടെ അടുത്ത് മകനെത്തിയപ്പോൾ അത് വൈകാരിക കാഴ്ചയായി മാറി. കൂടെ നിന്ന ഓരോ ആളുകൾക്കും അബ്ദുൾ റഹീം നന്ദി അറിയിച്ചു. പെരുന്നാളിന് നാട്ടിലെത്താനാകുമോ എന്ന ആശങ്കയ്ക്ക് വിരാമമിട്ടാണ് സൗദി സമയം രാത്രി 11:55 റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് അബ്ദുൾ റഹീം യാത്ര പുറപ്പെട്ടത്. രാവിലെ 7:30 കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും റഹീം നിറകണ്ണുകളോടെ പുറത്തേക്ക്. കാത്തിരുന്ന തറവാട് വീട്ടിലേക്ക് എത്തുമ്പോൾ വൈകാരികമായിരുന്നു കാഴ്ച. ഒരു നാട് മുഴുവൻ റഹീമിന്റെ വീട്ടിലുണ്ടായിരുന്നു. 20 വർഷത്തിനിപ്പുറം ഉമ്മ ഫാത്തിമയുടെ സ്നേഹത്തണലിലേക്ക് അബ്ദുൾ റഹീം എത്തി. അടുത്ത കുടുംബാംഗങ്ങളും സന്തോഷം മറച്ചുവെച്ചില്ല. മാമനെ കണ്ടിട്ട് എന്താ പറഞ്ഞത് മാമനോട്? ഓരോ മലയാളിക്കും നന്ദി എന്നായിരുന്നു അബ്ദുൾ റഹീമിന്റെ പ്രതികരണം. ഈ പെരുന്നാളിനോളം വലിയ ആഘോഷമില്ല എന്ന് ഉമ്മ ഫാത്തിമയും. വലിയ പെരുന്നാള് ഇരട്ടി മധുരം ഉള്ളതായില്ലേ? ഇരട്ടി മധുരം ഇടക്കല്ല, ഇരട്ടിക്കരട്ടി. 2006 സൗദി ബാലന്റെ മരണത്തെ തുടർന്ന് അബ്ദുൾ റഹീം അറസ്റ്റിലാകുന്നത്. റഹീമിന്റെ മോചനത്തിനായി മലയാളികൾ ഒന്നിച്ചുനിന്ന് സമാഹരിച്ചത് 46 കോടി രൂപയാണ്. പിന്നാലെ 2024 ജൂലൈയിൽ റഹീമിന്റെ വധശിക്ഷ റദ്ദു ചെയ്തിരുന്നു. ഇവിടെ മുതലുള്ള കാത്തിരിപ്പിനാണ് ഇന്ന് അന്ത്യമായത്. മീഡിയ 1 കോഴിക്കോട്.